എന്തിന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എസ് മിനി, ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ കോർഡിനേറ്റർ, CPM സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ്, കോൺഗ്രസ് നേതാവ് ഡോക്ടർ സോയ ജോസഫ്, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ പ്രിന്റു മഹാദേവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി എസ് മിനി, എങ്ങനെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്? ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ അവിടെയും ആരോഗ്യമന്ത്രി പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം ആശമാർക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ ഉദ്ധരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി ചെയ്തത്. അതിനെ പ്രതിപക്ഷം പക്ഷേ പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആരോഗ്യമന്ത്രി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ടും ആരോഗ്യമന്ത്രി പറയുന്ന മറ്റൊരു കാര്യം, ആശമാർക്ക് വേതനം കൂട്ടി നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ്. നിങ്ങളുടെ സമരം അനാവശ്യവും അത് രാഷ്ട്രീയ പ്രേരിതവുമാണെന്നുമാണ്. എന്താണ് അതിനുള്ള മറുപടി? ഇന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടി. സർ, ഞാൻ എസ് മിനിയല്ല, എന്റെ പേര് KP റോസമ്മയാണ്. ഞാൻ ആശാവർക്കറാണ്. പറഞ്ഞോളൂ. ഇന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് താങ്കളും. മാത്രമല്ല, ഞാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആരോഗ്യമന്ത്രി അറിയാത്തതുകൊണ്ട് പറയുന്നതല്ല. ആരോഗ്യമന്ത്രിക്ക് കൃത്യമായിട്ടറിയാം ഓരോ സംസ്ഥാനത്തെയും കൊടുക്കുന്ന ഓണറേറിയം. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് അത് സമരത്തിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓരോ സംസ്ഥാനത്തെയും കൊടുക്കുന്ന കൃത്യമായ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ സിക്കിമിൽ 6000 കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ 10000 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി, നമ്മുടെ ഡീൻ കുര്യാക്കോസ് MPക്ക് കൊടുത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ കൊടുത്തിരിക്കുന്ന മറുപടി കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് കൃത്യമായി ഞങ്ങളുണ്ടാക്കിയതല്ല. ഡീൻ കുര്യാക്കോസ് MPക്ക്, നമ്മുടെ ഡീൻ കുര്യാക്കോസ് MPക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി കൊടുത്ത കണക്കുകളാണ്. പിന്നെ എന്താ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ സമരത്തെ ഗതി തിരിച്ചു വിടാൻ വേണ്ടി മാത്രമാണ് ഈ വക കാര്യങ്ങൾ അവർ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മർമ്മപ്രധാനമായ ഒന്നാണ് 62 വയസ്സിൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് NHN ഓഫീസിന്റെ മുൻപിൽ നടത്തിയ ഒരു സമരത്തില് അന്ന് ആരോഗ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ കൃത്യമായിട്ട് ഞങ്ങളുടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന മറുപടിയാണ് ഈ 62 വയസ്സിലെ ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. പിന്നെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇവരുടെ ഓണറേറിയം വേണ്ട, ഇൻസെന്റീവും വേണ്ട. അവര് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 രൂപ ഡെയിലി വേജസ് ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ 10000 രൂപ വെറും 7000 രൂപ തന്നിട്ട് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി കള്ളം പറയുവാണോ? ഓരോ സംസ്ഥാനങ്ങളിലെയും കൃത്യമായ കണക്കാണിത്. അപ്പോൾ ഇതിന്റെ മറുപടി നമ്മൾ എങ്ങനെ പറയണം? അപ്പം ആരോഗ്യമന്ത്രി നിയമസഭയിൽ കുറെ കണക്കുകൾ കൊണ്ടുവന്നിരുന്നു. ആരോഗ്യമന്ത്രി നിയമസഭയിൽ അതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത്, ഇപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നാണ്. താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ കണക്കൊന്ന് വായിക്കാമോ ശ്രീമതി റോസമ്മ? ഈ കേരളത്തിലാണെങ്കിൽ സർ, സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം 6000 disbursed from state fund recently. Government of Sikkim announced like in fixed honorarium res 6000 to res 10000. ഇത് സിക്കിമിൽ കൊടുത്തിരിക്കുന്ന കണക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ പശ്ചിമ ബംഗാളില് മന്ത്ലി ഫിക്സഡ് ഓണറേറിയം അവിടെ 4500 ഓർ ഫംഗ്ഷൻ റൂറൽ ആശ്വാസം വേണ്ടി മാത്രം ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ കൊടുക്കുന്നത് 6000 ആണെന്ന് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 2024 ഓഗസ്റ്റിലാണ്. എന്നിട്ടും ഞങ്ങൾ 7000 ഞങ്ങൾ സമ്മതിച്ചു. ആ 7000 പോലും കൃത്യമായ ഒരു ആശയ്ക്ക് കിട്ടാതെയാണ് ഈ രീതിയിൽ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിവിടെ വന്ന് സമരം ചെയ്തത് പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
പിന്നെ ആരോഗ്യമന്ത്രി പറയുന്നത് ഈ കേന്ദ്രം നൽകാത്തത് കൊണ്ടാണെന്നാണ്. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടല്ലോ ശ്രീമതി റോസമ്മ, അതിനെന്താണ് മറുപടി? ഉണ്ട്. അതിന്റെ മറുപടി കൃത്യവും വ്യക്തവുമായിട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി ഈ സമര സമിതിയിൽ വന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി അവറുകൾ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഇനി കേരള ഗവൺമെന്റിന് ഈ ആരോഗ്യ വകുപ്പിലെ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് സംബന്ധിച്ചോ ഓണറേറിയം സംബന്ധിച്ചോ കൊടുക്കാനില്ല. കേരളത്തിന്റെ വിഹിതം കൃത്യമായി കൊടുത്തിട്ടുണ്ടെന്ന് കണക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവക കണക്കുകളിലേക്കൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുന്നത് ഇവിടുത്തെ ധനവകുപ്പ് മന്ത്രിയായിരിക്കും. കാരണം അദ്ദേഹത്തിനാണ് അത് കൃത്യമായിട്ട് പറയാൻ കടമയുള്ള ആൾ അദ്ദേഹമാണ്. നിങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ നിങ്ങളുടെ ഓണറേറിയം കൂട്ടി നൽകാം, ഇപ്പോൾ 7000 രൂപ ഓണറേറിയം എന്നാണല്ലോ മന്ത്രി പറയുന്നത്, അത് കൂട്ടി നൽകാമെന്ന് സമ്മതിച്ചതായിരുന്നോ? ഇല്ല, ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങളുടെ ഓണറേറിയം അപ്പൊ ഞങ്ങൾ പറഞ്ഞത് സർ, ഞങ്ങള് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങള് 2022 മുതൽ ഈ 2 വർഷത്തിൽ ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിരിക്കുക. ഞങ്ങൾക്ക് ജോലിഭാരം കൂടുതലാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ച് തരാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ 62 വയസ്സിലെ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഉത്തരവ് പിൻവലിച്ച് ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓണറേറിയം 21,000 രൂപ, അതായത് ഡെയിലി ഞങ്ങൾക്ക് കിട്ടുന്ന വെറും 232 രൂപ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബസ് ഫെയർ, അതുകൊണ്ട് ഞങ്ങളുടെ സോപ്പ്, എണ്ണ എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും അതിൽ വേണം ഞങ്ങൾക്ക് ഈ ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാൻ. അതിനിടയിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് വീട്ടിലോ മറ്റെന്തെങ്കിലും പെട്ടെന്നൊരു അർജന്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോ കൂലി കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല. അത്രയും ദൂരത്തിലാണ്. കാരണം ഒരു വാർഡിലേക്കാണ് ഇപ്പോൾ ഒരാശയെ നിയമിച്ചിരിക്കുന്നത്. ഇതുവരെയും രണ്ടാമതൊരു നിയമനം നടത്തിയിട്ടില്ല ഗവൺമെന്റ്. അന്ന് ഞങ്ങളോട് പറഞ്ഞത് 280 വീടുകൾക്ക് 1000 ആശ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് 232 രൂപയാണ് ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത്. ഇതിലെന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തിയേ പറ്റൂ. ഞങ്ങൾക്ക് 700 രൂപ മിനിമം കൂലി ഞങ്ങൾക്ക് തരണം മന്ത്രി. അതിന് വേണ്ടുന്ന നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറഞ്ഞത് ധനമന്ത്രിയുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ ആ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഈ 23 ദിവസമായിട്ടും ബഹുമാന്യായ മന്ത്രി ഞങ്ങളെ വന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ, ഞങ്ങളുടെ അടുത്തൊന്ന് വരാൻ, ഞങ്ങളെ പറ്റി ഒന്ന് കേൾക്കാൻ ഇതുവരെ മനസ്സുണ്ടായിട്ടില്ല. ഈ ആരോഗ്യമന്ത്രിയെ കാരണം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയാണ്. ഡോക്ടർ ബി ജയരാജ്, ഈ ആരോഗ്യമന്ത്രി കാരണം കേരളം തലതാഴ്ത്തേണ്ടി വരികയാണ്. കോവിഡ് കാലത്ത് അന്ന് വീണ ജോർജ് ആയിരുന്നില്ല ആരോഗ്യമന്ത്രി, അന്ന് ഷൈല ടീച്ചർ ഇവർക്ക് നൽകിയ ആദരം അതറിയാവുന്നതാണല്ലോ, കേരളത്തിന് അറിയാവുന്നതാണ്. കേരളം മുഴുവൻ ആദരിച്ചതാണ് ഈ ആശാ വർക്കേഴ്സിനെ. ആ ആശാ വർക്കേഴ്സിനോടാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ കടും കൈ കാണിക്കുന്നത്. ആട്ടിപ്പായിച്ചതാണ് ഇവരെ മന്ത്രിമന്ദിരത്തിൽ വന്നപ്പോൾ. ഡോക്ടർ ബി ജയരാജ്, ഒരു കാരണവശാലും മന്ത്രിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് എവിടെ നിന്നോ കുറെ കണക്കുകളുമായിട്ട് ഇന്ന് നിയമസഭയിലേക്ക് വരികയായിരുന്നു. അത് പൊളിച്ചടുക്കിയിട്ടുണ്ട് ആശാ വർക്കേഴ്സ്. ഈ CITU സമരം ചെയ്യുമ്പോൾ അത് CITU സമരമെന്നും ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനയില്ലാത്ത ആളുകൾ സമരം ചെയ്യുമ്പോൾ അതിനെ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 9 വർഷമായിട്ട് രണ്ടാം ദിവസം മൂട്ടിലെ പൊടി തട്ടി വീട്ടിൽ പോകുന്ന ആളുകളാണ് CITU സമരം നടത്താൻ. എന്നിട്ട് രാഷ്ട്രീയ ചായ്വ് ഇല്ലാത്തവർ സമരം നടത്തുന്ന സമയത്ത് വന്ന് അത് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെ പരിഹസിച്ച് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി CITUവിന്റെ മുതിർന്ന നേതാക്കൾ പോലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് CITUവിന്റെ നേതാക്കളെ ഉപയോഗിച്ച് CITUവിന്റെ കീഴിലുള്ള ആശാ വർക്കേഴ്സിനെ ഉപയോഗിച്ച് ഈ സമരം പൊളിക്കുവാനുള്ള അടുത്ത തന്ത്രങ്ങളുമായിട്ട് വരും. അതുകൊണ്ടാണ് CITU നടത്തിയ സമരം CITUവിന്റെ സമരം തന്നെയാണെന്ന് പറയുവാൻ കാരണം. അതുകൊണ്ട് മാത്രമല്ല, തികച്ചും ഈ സമരത്തിന്റെ രീതി ഗതിവിഗതികൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാടാണ്. ഈ സമരത്തിന്റെ പ്രത്യേക രീതി, ആ സമരരീതി കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സുനിൽ കനകോലുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സുനിൽ കനകോലു എപ്പോഴും തന്റെ സന്തത സഹചാരികളോട് പറയാറുള്ള ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാവോ? എലക്ഷൻ ജയിക്കുന്നത് വികാരങ്ങളാണ്, അല്ലാതെ ലോജിസ്റ്റിക്സ് അല്ല. അങ്ങനെ വികാരം ഇളക്കിവിടുന്ന ഡീൻ കുര്യാക്കോസ്, ഞങ്ങളുടെ ഡീൻ കുര്യാക്കോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ എവിടെ നിന്നാണ് ഈ സമരം
വരുന്നതെന്നും ആരാണിത് സ്പോൺസർ ചെയ്തതെന്നും അതുപോലെയുള്ള എസ് യു സിക്കാര് ജമാഅത്ത് ഇസ്ലാമിക്കാര് UDFന്റെ പിന്തുണയോടുകൂടിയാണ് ഈ സമരം വരുന്നത്. ഈ സമരം ഉണ്ടായിട്ടുള്ളത് ചർച്ചയ്ക്ക് ഒരു വശമതലല്ല, സർക്കാരിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ സമരത്തിൽ ഇറങ്ങിയത്. 700 രൂപ ദിവസക്കൂലി എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവർക്ക് ഓണറേറിയം അല്ലാതെ കൊടുക്കാൻ വകുപ്പില്ല. അവർ തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ അവരെ അങ്ങനെയല്ല അംഗീകരിച്ചിട്ടുള്ളത്. തൊഴിലവകാശങ്ങളുള്ള ഒരു സംഘടനയല്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് ഈ കഴിഞ്ഞ 2 ടേമായിട്ട് 7000 രൂപ വരെയാണ് ഓണററി. അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ ഇതിനേക്കാൾ കൂടുതൽ ദിവസം ഹരിയാനയിൽ CITU സമരം ചെയ്തുവല്ലോ. അവിടുത്തെ BJP സർക്കാരിനെതിരെ ഓണറേറിയം കൂട്ടി നൽകണം, 21,000 രൂപയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് CPMന് അറിയില്ലായിരുന്നോ ഇങ്ങനെ ആശാ വർക്കേഴ്സിന് വേതനം കൂട്ടി നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം? ഹരിയാനയിലെ സമരം അന്ന് ഹരിയാന ഭരിക്കുന്നത് BJP ആണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരമായിരുന്നു അത് എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ CITU നടത്തിയ സമരവും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരമാണ്. അവർക്ക് കൊടുക്കാവുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും CITUവിന്റെ നിലപാട് ഇത് തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് CITUവിന്റെ നിലപാട്. 21,000 രൂപ ആക്കണമെന്ന്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, തെലങ്കാനയിലും അത് തന്നെയാണ് അവരുടെ നിലപാട്, ആന്ധ്രാപ്രദേശിലും അത് തന്നെയാണ് അവരുടെ നിലപാട്. ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ 10,000 രൂപയായിട്ട് ഓണറേറിയം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യമുണ്ട് മഞ്ജുഷ്, ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 21,000 അല്ല 26,000 കൊടുക്കണമെന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് 21,000 രൂപ കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 21,000 രൂപ മാത്രം കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ വാങ്ങി കൊടുക്കണമെന്ന് തന്നെയാണ് CITU പറയുന്നത്. CITUവിന് അതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഒരു സമരത്തിന്റെ രീതിയുണ്ട്, ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, ആ സമരത്തിന്റെ വ്യക്തതയുണ്ട്, ഈ സമരം നയിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഉദ്ദേശശുദ്ധിയുണ്ട്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ പറ്റൂ. അല്ലാതെ താങ്കൾ എന്ത് ഉദ്ദേശശുദ്ധിയാണ് പറയുന്നത്? ആശമാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഓരോ വീടുകൾക്കും പരിചിതരായ ആളുകളാണ്. അവർ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കേണ്ടത് തന്നെയാണ്. അവിടെ ഇരിക്കുന്നവരിൽ ഇപ്പോൾ അതിന്റെ കോർഡിനേറ്ററോ 1-2 പേരോ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഫീൽഡിൽ പോയി ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ CITUവിൽ തന്നെ ഓരോ യൂണിയനുകളിലും അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ആ ജോലി ചെയ്തിട്ടിരിക്കുന്നവരാണോ? അല്ലല്ലോ. അങ്ങനെ 1-2 ആളുകൾ മാത്രം അതിന്റെ കോർഡിനേറ്റേഴ്സ് ആയി ഉണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം ഫീൽഡിൽ പോയി ഓരോ വീട്ടിലും പോയി ജോലി ചെയ്യുന്നവരാണ്. അവർ ജോലി മുടക്കുവാൻ പോലും ഇനി അങ്ങോട്ട് തയ്യാറാകും. CITUവിന്റെ നേതൃത്വത്തിൽ ഇനി സർക്കാരിന്റെ അടുത്ത പണി അതായിരിക്കും. ഈ അടുത്ത് തന്നെ അതിന് ചില ഉത്തരവുകളൊക്കെ കണ്ടുവല്ലോ. സമരം ചെയ്യാത്തവരല്ലല്ലോ CPMകാർ. ഈ സമരത്തോട് എന്താണ് ഇത്ര പുച്ഛം? ഈ സമരത്തിന്റെ പുച്ഛം എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന്റെ നേതാക്കന്മാരെ കുറിച്ചുള്ള അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ചുള്ള സംശയങ്ങൾ തന്നെയാണ് എന്നാണ് ഈ ശിവദാസ് ഘോഷും കൃഷ്ണ ചക്രവർത്തിയെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടൊട്ടുക്ക് ചുവരെഴുതി നടന്ന ആളുകൾ ആശാവർക്കർമാരുടെ രക്ഷകരായിട്ട് രംഗത്ത് അവതരിപ്പിച്ചത്. എന്നു മുതലാണ് അവരുടെ ഹസ്ബൻഡ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയെയും രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഇതിനകത്തൊക്കെ ഇന്ന ആളുകൾക്ക് സമരം ചെയ്യാമെന്നുള്ളൂ, ഇന്ന ആളുകൾ തന്നെ കോർഡിനേറ്ററുമായി വരണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെയല്ല, ഇന്ന ആളുകൾ മാത്രമേ സംഘടിപ്പിക്കാവൂ എന്ന് പറയാൻ കഴിയില്ല. ഇതൊന്നുമില്ലാതെ പലതരത്തിലുള്ള സമരങ്ങൾ കണ്ടിട്ടുള്ളൂ. ടാർപ്പ് അഴിച്ചു കെട്ടിയത് വളരെ വികാരപരമായിട്ട് പറയുന്നല്ലോ. വഴി തടഞ്ഞെന്നും പറഞ്ഞിട്ട് 2 പ്രധാനപ്പെട്ട പാർട്ടികളിൽപ്പെട്ട ആളുകളെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. അന്ന് നമ്മൾ ഇതിനെതിരെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്താണല്ലോ. ഇവരോടും ഇവർക്കെതിരെയും കേസ് പോയിട്ടുണ്ട്. മഞ്ജുഷിന് ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് അഴിച്ചു മാറ്റിയത്. അതിപ്പം പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ സമരം ചെയ്യാൻ പാടില്ല, അങ്ങനെ അവരുടെ മാർഗതടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ടുള്ള ഡയറക്ഷനുണ്ട്, ഹൈക്കോടതിന്റെ ഡയറക്ഷനുണ്ട്. ഞായറാഴ്ച കൊല്ലത്ത് CPMന്റെ റാലി നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. സംസ്ഥാന സമ്മേളനത്തിൽ റാലി നടക്കുമ്പോഴും ലക്ഷങ്ങളുടെ റാലി നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് എന്ന് പോലീസ് അവിടെ പോയി പറയണം. നിങ്ങൾ ചിന്നക്കടയിൽ പോയി നോക്കൂ. ചിന്നക്കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ, അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഫ്ലെക്സ് ബോർഡുകളോ എന്തെങ്കിലും കൊടിതോരണങ്ങളോ അലങ്കരിച്ചിട്ടുണ്ടെന്ന്? സാധാരണ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണോ? അത് പ്രൈവറ്റ് സ്ഥലങ്ങളിൽ മാത്രമാണ് അത് അനുവദിച്ചിട്ടുള്ളത്, അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കോടതിയുടെ നിർദ്ദേശങ്ങൾ അപ്പാടെ അനുസരിച്ചുകൊണ്ട് മാത്രമാണ് റാലി തന്നെ നടത്തുന്നത്. റാലി എന്ന് പറഞ്ഞാൽ ഒരു മെഗാ റാലിയായിട്ടൊന്നും നടത്തുന്നില്ല, ചെറിയ ചെറിയ പ്രകടനങ്ങളായി വന്നു ചേരുന്നതാണ്.
അല്ലാതെ സാധാരണ ജില്ലാ സമ്മേളനങ്ങളും ശരി ഡോക്ടർ ബി ജയരാജ്, ഡോക്ടർ സോയ ജോസഫ് ഇവിടെ കനകൊലുവിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് CPM ഉദ്ദേശിക്കുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള നീക്കം അത് കുറെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്നു, ചില സംഘടനകളുടെ ലേബലിൽ നടത്തുന്നു, അതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന്. അവിടെ കനകൊലുവിന്റെ തന്ത്രമാണ് അവിടെ കാണുന്നതെന്നും സർക്കാരിനെ ആ രീതിയിൽ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും, അതായത് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കുന്നു, സ്ത്രീ വിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുന്നു, ഇത് കനകൊലുവിന്റെ തന്ത്രമാണെന്നാണ് ഇപ്പോൾ CPMന്റെ ഏറ്റവും പുതിയ ക്യാപ്സ്യൂളായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് അതിനുള്ള മറുപടി. അല്ല, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. CITU സമരം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകളൊക്കെ സമരം നടത്തുമ്പോൾ അത് തൊഴിലാളി വർഗ വിപ്ലവമെന്നും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേത് സംഘടനകളോ ആവട്ടെ അവരത് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊക്കെ അപമാനിച്ചു വിടുക എന്നുള്ളത് പിന്നെ വലിയ ഒരു തന്ത്രമായി ഇവര് മെനഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതും സുനിൽ കനകോലുവിന്റെ തലയിലേക്ക് തന്നെയാണ് വെച്ച് കെട്ടുന്നത് എന്നുള്ളത്. കാരണം ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന സർക്കാരിനെതിരെയുള്ള മുഴുവൻ സമരങ്ങളും സ്പോൺസർ ചെയ്യുന്നത് കോൺഗ്രസും സുനിൽ കനകോലുവാണെന്നൊക്കെ തീർച്ചയായും പറഞ്ഞു വെക്കും. അക്കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ ഇവർ ആദ്യം മുതൽ തന്നെ സമരത്തോട് എടുത്തിട്ടുള്ള ഒരു രീതി നമ്മളൊക്കെ കണ്ടതാണ്. അത് CITUവിന്റെ നേതാക്കളാവട്ടെ, ഇന്ന് പോലും ഈ KN ഗോപിനാഥൻ എന്ന് പറയുന്ന CITUവിന്റെ നേതാവ് പറഞ്ഞു വെച്ച വാക്കുകൾ നിങ്ങൾ കേട്ടതാണ്. അത് ഇളമരം കരീം മുതൽ എല്ലായിടങ്ങളിലും ഇപ്പൊ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. ഒരു സമരത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇവര് വലിയ വർഗ സമരത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന സംഘടനയാണല്ലോ. അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് സമരങ്ങളിലൂടെ വളർന്നു വന്ന ആളുകളാണ് ഞങ്ങളെന്ന് CPMകാർ നിരന്തരം പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കൂട്ടം മനുഷ്യർ അത് ഏറ്റവും ഗതികെട്ട് കഴിഞ്ഞ 5-8 വർഷമായി ഒരു സർക്കാരിന് കീഴിൽ നിരന്തര നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള അപേക്ഷകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അവരുടെ ഓണറേറിയം കഴിഞ്ഞ 3 മാസമായി മുടങ്ങി. ആ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പോലും ഇപ്പോഴാണ് തീർത്തത്. അതെന്തേ അവർ സംസാരിക്കാത്തത്? ആ കുടിശ്ശിക പോലും നൽകാൻ കഴിയാത്ത വിധത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലാതായപ്പോ ഒരു കൂട്ടം മനുഷ്യർ സമരം ചെയ്യുമ്പോൾ അത് പല ലേവലിലേക്കും കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് CPM പോലെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് എന്ത് ഗതികേടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നമ്മളിത് ഏറ്റവും ന്യായമായ മനുഷ്യത്വപരമായ സമീപനമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ജയരാജ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് ആരോഗ്യമന്ത്രി വ്യക്തമായിട്ട് ഇത് പറയുന്നില്ല എങ്കിൽ പോലും അതിലൊരു കാര്യമുണ്ട്. ഇവർ സ്ഥിരം തൊഴിലാളികളല്ലല്ലോ. അപ്പോൾ ഈ 700 രൂപ എന്നുള്ള കൂലി കൂട്ടാൻ എങ്ങനെ കഴിയും തുടങ്ങിയ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇന്നും പറഞ്ഞത്. ഈ തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആശമാരുടെ വേതനം കൂട്ടണം എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്, അത് പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇതുവരെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള മേനി പറയുന്നവർ പെട്ടെന്ന് U-ടേൺ അടിച്ച് ഇത് കേന്ദ്രമാണ് തരേണ്ടതെന്ന് പറയുകയാണ്. ഒരു കാര്യമുണ്ട്, ഇന്ന് നിയമസഭയിൽ VD സതീശൻ പറയുന്നത് കേട്ടു, കേന്ദ്രത്തെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട എന്ന്. അതായത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല എന്ന സന്ദേശം നിങ്ങളും നൽകുകയാണല്ലോ. അപ്പോൾ കേന്ദ്രത്തിന് കുറ്റമില്ലേ ഇക്കാര്യത്തിൽ ഡോക്ടർ സോയ ജോസഫ്? അല്ല, അത്തരത്തിലല്ല വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. ഒരു ചേട്ടൻ ബാവയും അനിയൻ ബാവയും കളിയാണ്. ഇവർ പറയുന്നു 100 കോടി ഞങ്ങൾ കൊടുത്തിട്ടില്ല, പിന്നെ അവർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് അവര് 120 കോടി അധികമായി കൊടുത്തു എന്നാണ്. ഇത് ഈ ചേട്ടൻ ബാവയും അനിയൻ ബാവയും കളി തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. പക്ഷേ ഇതൊരു പ്രോസസ്സായിരുന്നു. ഒരു പ്രോസസ്സായിരുന്നു. ഈ പറയുന്നത് പോലെ ആശമാർ വരികയും അതന്ന് 2 മണിക്കൂർ ഒരു സേവന സംവിധാനമായി തുടങ്ങുകയും പിന്നീട് അത് മണിക്കൂറുകൾ വർദ്ധിക്കുകയും ഇന്നതൊരു ജോലി പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാത്ത വിധം ഈ ജോലിയിൽ മാത്രം നിങ്ങൾ ഏർപ്പെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള സർക്കുലറും നിയമവും നിലനിൽക്കുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഓണറേറിയം അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള വേതന സേവന വ്യവസ്ഥകളല്ല ഇന്ന് പാലിക്കപ്പെടേണ്ടത്. അതിൽ മാറ്റം വരേണ്ടതുണ്ട്. അതിൽ തീർച്ചയായും, കാരണം അവരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം അവർ തുടങ്ങി വെച്ചപ്പോൾ അല്ലെങ്കിൽ UPA സർക്കാർ ഇത് തുടങ്ങുമ്പോൾ ഇത് സ്ഥിരം തൊഴിലാളികളുടെ സംവിധാനമായിരുന്നില്ല. പക്ഷെ ഇന്നത് തീർച്ചയായും സ്ഥിരം തൊഴിലാളികളുടെ സംവിധാനമാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ അതിനെപ്പോഴും കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കേണ്ടതില്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാവണം. അവർ ഈ പറയുന്നത് പോലെ ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിക്കുകയാണ്. 30 വർഷത്തെ സർവീസ് ഉള്ള ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് 180 ദിവസത്തെ മെറ്റേണിറ്റി ലീവ് നൽകുന്നു. ആ സമയത്ത് 60,000 രൂപ അവർക്ക് ശമ്പളമായി നൽകാനുള്ള ഉത്തരവിട്ടിട്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ സർക്കാർ.
അപ്പൊ ഇത്തരത്തിൽ എപ്പോഴും ഈ PR വർക്ക് ഉപയോഗിച്ചിട്ടുള്ള കെട്ടുകഥകളാണല്ലോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട്. ശരിയാണ്. ഏറ്റവും കൂടുതൽ സിക്കിമിന്റെ കണക്കുമായിട്ട് ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. സിക്കിമിലെ സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷം അതിന്റെ വിവരങ്ങൾ കിട്ടിയെന്ന് നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ കെട്ടുകഥകൾ കൊണ്ട് മാത്രം, അപ്പൊ ബംഗാളിലാണെങ്കിൽ അവിടെ പിന്നെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഒന്നാമതെന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതാകാനുള്ള കുറെ കൂടെ മാനുഷികമായ പരിഗണന കൊടുത്ത് അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിൽ CPM ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പിന്നെ എന്താണ് അവരെ ഇത്ര ചൊടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? CITUവിനെ എന്താണ് ഇത്ര ചൊടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരൊറ്റ കാരണം ഇതാണ്. കാരണം CITU ആണ് ആശാ വർക്കർമാരുടെ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന. CITU ആണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അവരല്ലാതെ മറ്റൊരു സംഘടന ആ സമരത്തെ പൊതുബോധത്തിലേക്ക് ഇറക്കുകയും ആ സമരത്തെ പൊതുജനത്തിന്റെ സമക്ഷത്തിലേക്ക് ഇറക്കുകയും അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ട ആവശ്യം ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് വരികയും ചെയ്തു എന്നുള്ള CITU പോലെയുള്ള ഒരു സംഘടനയുടെ അവരുടെ ഒരു ചീപ്പായിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള ഈഗോയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ചർച്ചയിൽ, ഞാൻ ഉൾപ്പെടുന്ന ഒരു ചർച്ചയിൽ ഈ KN ഗോപിനാഥ് എന്ന് പറയുന്ന CITUയുടെ നേതാവ് വന്നിരുന്ന് പറഞ്ഞതാണ്, CITU പോലെയുള്ള സംഘടനകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ ഈർക്കിലിക്കാരൊന്നും വന്ന് അങ്ങനെ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രകോപിക്കപ്പെടുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചൊരുക്കാണ്, ഈ ചീപ്പ് ഈഗോയാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തെ. കാരണം ഏറ്റവും ന്യായമായി നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്തുന്ന മനുഷ്യർക്ക് 232 രൂപ എന്ന് പറയുന്നത് നമുക്ക് എത്തരത്തിലാണ്. കാരണം ഈ രണ്ടു കൂട്ടരും കൂടെ ഇരുന്ന് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ഭരിച്ച് വിലക്കയറ്റത്തിന്റെ തോത് ഞാൻ പറഞ്ഞു വെക്കേണ്ടതില്ലല്ലോ. ഒരു ഗ്യാസ് കുറ്റി നിറയ്ക്കണമെങ്കിലുള്ള കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും, കാരണം രണ്ടു കൂട്ടരും ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു സംവിധാനവും അവർ ചെയ്യുന്നില്ല. ആളുകളെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സംഘങ്ങൾ കേരളവും കേന്ദ്രവും ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യർക്ക് ഇതിനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ 232 രൂപ കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിന്റുവിനോ ഡോക്ടർ ജയരാജിനോ ഈ പറയുന്ന ആർക്കുമോ ശ്രീ മഞ്ജുഷിനോ ആർക്കും ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇതെന്തുകൊണ്ട് മാനുഷികമായി പരിഗണിക്കേണ്ട? നിങ്ങൾ അത്തരമൊരു ചിന്തയെ ഇപ്പോൾ സർക്കാരിനില്ല, ആരോഗ്യമന്ത്രിക്ക് ഒട്ടുമേയില്ല. ആരോഗ്യമന്ത്രിയും ഇതിനെ ഒരു ഈഗോ പ്രശ്നമായി കാണുകയാണെന്ന് തോന്നുന്നു. അവർക്കും ഈ ആശമാരോട് ഒരു കനിവ് തോന്നാത്തതാണ് അത്ഭുതമായിട്ട് തോന്നുന്നതും. വീട്ടിൽ വന്നപ്പോൾ ആട്ടിപ്പായിക്കുക വരെ ചെയ്ത ആരോഗ്യമന്ത്രിയാണ് നമ്മുടേത്. ശ്രീ പ്രിന്റു, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പോയി വീണ്ടും ചർച്ച നടത്തി എന്ന വിവരം അറിഞ്ഞു. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അറിയിച്ചത് ഇത് തന്നെയാണ്, കേന്ദ്രത്തിൽ നിന്ന് ഇനി ഒന്നും തരാനില്ല എന്ന്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ? എന്താണ് ഇപ്പോൾ അക്കാര്യത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യം? കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ആശമാർക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഈ കേരള സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളെ പൊതുവെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് പല പദ്ധതികളുടെയും കാര്യത്തിൽ കാണുന്നത്. ഒരുപാട് നമ്മൾ പറയുമ്പോൾ ലൈഫ് മിഷന്റെ പദ്ധതി ആയിക്കോട്ടെ, ഹരിത വർക്കർമാരുടെ പദ്ധതി ആയിക്കോട്ടെ, അതോടെ തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ, അംഗനവാടി ജീവനക്കാരുടെ കാര്യമായിക്കോട്ടെ. പക്ഷെ ഇപ്പോ ഈ ആശാ വർക്കർമാർ സമരത്തിന് ഇറങ്ങിയപ്പോഴാണ് സത്യത്തിൽ ഈ കേന്ദ്രത്തിന്റെ സഹായം കേരളത്തിന് എത്രത്തോളം കിട്ടുന്നുവെന്നും കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കൂടി ഈ ഒരു സമരം സഹായിച്ചിട്ടുണ്ട്. അതിന് ആശാ വർക്കർമാരോട് ഞങ്ങൾ ആദ്യമേ നന്ദി പറയട്ടെ. ഈ സത്യത്തിൽ ഈ CPMന്റെ പ്രതിനിധി പറയുന്നത് പോലെ ഒരു കനകുലുവിന്റെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ പ്ലാനിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊന്നുമല്ല ഇവർ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. പട്ടിണി കടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 232 രൂപയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 4 മാസമായി കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട അമ്മമാർ സമരത്തിന് വന്നിട്ടുള്ളത്. ആ സമരത്തിന് നമുക്കറിയാമല്ലോ, ഈ പല രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഈ സർക്കാരുമായിട്ട് ആശാ വർക്കർമാർ നടത്തുന്നുണ്ട്. അങ്ങനെ നിരുപാധികമായി സർക്കാരിന് കീഴടങ്ങിക്കൊണ്ട് കുലംകുത്തികളായിട്ടുള്ള CITUവിന്റെ നേതാക്കന്മാർ സർക്കാരിന് കീഴടങ്ങിയപ്പോഴാണ് ഈ പാവപ്പെട്ട അമ്മമാർ, അത് 50 പേരോ 100 പേരോ 500 പേരോ ആവട്ടെ, അത് കേന്ദ്രം തരാനുള്ള പൈസയുടെ കണക്ക് ഇന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു കേട്ടോ, 98 കോടിയുടെ കണക്ക്. തീർച്ചയായും അതിലൊരു വ്യക്തത വരുത്തൂ പ്രിന്റു. അപ്പോ സ്വാഭാവികമായിട്ട് സ്വയം പി ആയി വന്നവരാണ്, നീതി നിഷേധിച്ചപ്പോൾ സ്വയം പി ആയിട്ട് വന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സർക്കാരിന് അവർക്കെതിരെ പല രീതിയിലുള്ള കുപ്രചരണം നടത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കുപ്രചരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പണം തന്നില്ല എന്ന്. ഈ ആദരണീയായിട്ടുള്ള വീണ ജോർജ് ഈ കള്ളം കേരളത്തിലെ ജനങ്ങളോട് ഈ സമരം ആരംഭിച്ച മുതൽ അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് മുമ്പേ ഇതോടെ പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനോട് 12/2/2026
ബാലൻസ് ഉള്ള ഗഡുവായിട്ടുള്ള 120.45 കോടി രൂപ കേന്ദ്ര സർക്കാർ അവസാനത്തെ ഗഡു അടക്കം 2024-25 വർഷത്തെ പണം പൂർണ്ണമായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കേന്ദ്രം പണം തന്നില്ല എന്ന് പറയുന്നത്? ഇത് NHM വിഹിതത്തെ കുറിച്ച് ആദരണീയനായിട്ടുള്ള നമ്മുടെ കൊല്ലത്തെ MP, നമുക്കറിയാമല്ലോ, MK പ്രേമചന്ദ്രൻ UDF-ന്റെ MP ആണ്. അദ്ദേഹം പാർലമെന്റിനകത്ത് ഫെബ്രുവരി 7-ാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് നമ്മൾ ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ പ്രതാപ് റാവു ജാദവ് കൃത്യമായി പാർലമെന്റ് രേഖകളിൽ കൊടുത്ത മറുപടിക്കകത്ത് കേരളത്തിന് നൽകാനുള്ള മുഴുവൻ പണവും നൽകിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ തന്നിട്ടുള്ള ഫെബ്രുവരി 12-ാം തീയതി വന്നിട്ടുള്ള പണം എന്ന് പറഞ്ഞാൽ അഡീഷണൽ പണമാണ്. അപ്പൊ നോക്കൂ, NHM വിഹിതത്തിന് മുമ്പേ 120 കോടി രൂപയാണ് അഡീഷണൽ പണമായിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ നൽകിയിട്ടുള്ളത്. പദ്ധതി വിഹിതങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. അത് 2023-24 കാലഘട്ടങ്ങളിലാണ്. അത് മുടങ്ങാനുള്ള കാരണം എന്താണ്? കോ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്കറിയാമല്ലോ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പേര് ഇവിടെ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കം നിന്ന സമയത്താണ് ഒന്ന് മുടങ്ങിയത്. രണ്ടാമത്തെ നമുക്ക് 4 പാതകളായിട്ടാണ് ഈ പണം കേന്ദ്രം അനുവദിക്കുക. ഒന്നാം പാദത്തിലെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചാൽ മാത്രമാണ് രണ്ടാം പാദത്തിലെ പണം കിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്നാം പാദത്തിലെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിക്കാറില്ല. അങ്ങനെയാണ് പദ്ധതി വിഹിതങ്ങൾ മുടങ്ങിയത്. ആ മുടങ്ങിയ വിഹിതങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് കേന്ദ്രം പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചപ്പോൾ മുഴുവൻ കിട്ടാനുള്ള കുടിശ്ശിക അടക്കം കൊടുത്തിട്ടുണ്ട് സർ. എന്നിട്ട് വീണ ജോർജ് ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അങ്ങനെയാണെന്ന് ചോദിക്കട്ടെ, മാർച്ച് 10-ാം തീയതി പാർലമെന്റ് കൂടുന്നുണ്ടല്ലോ. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ MP-മാരുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കൂ, പാർലമെന്റിനകത്ത് വെല്ലുവിളിക്കാണ്. ഇനി UDF-ന്റെ MP-മാരുണ്ടെങ്കിൽ UDF-ന്റെ MP-മാര് ഞങ്ങൾ വെല്ലുവിളിക്കണം. നിങ്ങൾ പാർലമെന്റിനകത്ത് ചോദിക്കൂ, കേരളത്തിന് NHM വിഹിതത്തിന്റെ പേരിൽ 1 രൂപ കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾ കേന്ദ്രം, അപ്പൊ ഞങ്ങൾ മറുപടി പറയാം. അപ്പൊ 1 രൂപ പോലും ഇല്ല. മാർച്ച് 10-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കണല്ലോ. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ, നമ്മൾ ആഗോള ഇൻഡെക്സിൽ 1-ാമത്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാമത്, ദാരിദ്ര്യത 1 പറയാണ്. പക്ഷെ 223 രൂപ നമ്മുടെ പാവപ്പെട്ട ആശാവർക്കർക്ക് കൊടുക്കാനുള്ള ഗതികെട്ട സർക്കാർ. ആ ഗതികെട്ട സർക്കാരിന് സത്യത്തിൽ പിണറായി വിജയന് ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും പേടിയില്ല. പക്ഷെ പാവപ്പെട്ട ആശാവർക്കർമാരെ പേടിയാണ്. അങ്ങനെയുള്ള ഈ സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. വീണ ജോർജ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇവര് പറഞ്ഞു കേരളമാണ് 1-ാം സ്ഥാനത്ത്, കേരളമാണ് 1-ാം സ്ഥാനത്ത്. അല്ല, ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് സിക്കിമും ആന്ധ്രയാണെന്ന് നമ്മൾ നിരന്തരമായി പറയുന്നുണ്ട്. ഇനി കേരളവും ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം കേട്ട നമ്മുടെ ധാരണ ഗുജറാത്തും UP ഒക്കെ 500 രൂപയും കേരളം കൊടുക്കുന്ന 6000 രൂപയാണ്. അല്ല, 5000 രൂപ മിനിമം എല്ലാ സംസ്ഥാനങ്ങളും മിനിമം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇത് ഒരു കേരളത്തിന്റെ ഒരു പ്രൊപ്പഗാൻഡ വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇനി പണം ചോദിക്കരുത്, ഞങ്ങൾ തരുന്നത് മേടിച്ച് നിങ്ങൾ പുച്ചമടക്കി കൊടുക്കണം എന്ന് പിണറായി വിജയന്റെ തമ്പുരാന്റെ ദാർഢ്യത്തിന് മുമ്പിലാണ് ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഏതൊക്കെ രീതിയിൽ ഇവരെ ഉപദ്രവിക്കാൻ നോക്കി. നിങ്ങൾ നോക്ക്, ഇന്ന് CITUവിന്റെ നേതാവിന്റെ സഭ്യമില്ലാത്ത ഭാഷ, അദ്ദേഹത്തിന്റെ പൊതുസമൂഹത്തിന് എന്താണ് അദ്ദേഹത്തിന് കാണുന്നത് തല കല്ലെടുത്തെറിയണം. ആ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത്. എത്ര മേച്ഛമായ ഭാഷയിലാണ് ഒരു സ്ത്രീ സമൂഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. സ്ത്രീത്വത്തിന്റെ പേര്, സ്ത്രീ സുരക്ഷയുടെ പേര് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ. നമ്മൾ വലിയ രീതിയിലായിരുന്നല്ലോ ഇവർ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറഞ്ഞത്. ഈ സ്ത്രീ സമൂഹത്തെ ഏതൊക്കെ രീതിയിലാണ് അപമാനിക്കുന്നത്. പാവപ്പെട്ട അമ്മമാരെ 3 മണിക്ക് ഉറക്കത്തിൽ എണീപ്പിച്ചിട്ട് അവിടെ താർപ്പായ അയച്ചിട്ട് മഴ കൊള്ളിപ്പിച്ചുകൊണ്ട്, അതാണ് ഈ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ. നോക്കൂ, 232 രൂപയ്ക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട അമ്മമാർ തെരുവീതികളിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് അവർക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. പാട്ടുപിരിവുകാരല്ലേ സാർ? നോക്കൂ, പാട്ടയിലുള്ള കീടങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പൊ കേന്ദ്രത്തിനെതിരെയുള്ള കുപ്രചരണം ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപി കൃത്യമായിട്ട് അവിടെ വരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി മാത്രമാണ് ഡൽഹിയിൽ പോയത്. ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദയുമായിട്ട് സംസാരിക്കുന്നു. നദ്ദ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. ആ വിശദീകരണമായിട്ട് നാളെ നമ്മുടെ കേന്ദ്രമന്ത്രി ഇവരെ കാണാൻ വീണ്ടും വരുന്നുണ്ട്. ശരി, കേന്ദ്രത്തിന്റെ ആ വിശദീകരണം എന്താണ് എന്ന് നാളെ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ പ്രിന്റ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എത്ര പണം കേന്ദ്രം തരാനുണ്ട് എന്ന്. അവിടെ മൂടിവെക്കുവാൻ എന്തായാലും കേന്ദ്രത്തിന് കഴിയുകയില്ല. ശ്രീമതി റോസമ്മ, ഇപ്പോൾ ഇവിടെ ശ്രീ ഡോക്ടർ B ജയരാജ്, അദ്ദേഹം CPM-ന്റെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചുവല്ലോ, ഈ സമരത്തിന് പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന്, അത് സർക്കാരിനെതിരെയുള്ള ലക്ഷ്യങ്ങളാണ് എന്ന്. അതായത് ആശാ ഹെൽത്ത് വർക്കേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ വന്നിരിക്കുന്നു എന്നാണ്. ഇത് നിങ്ങൾ കുറെ ദിവസങ്ങളായി കേൾക്കുന്നതാണല്ലോ. ഇപ്പോൾ എന്താണ് അതിനുള്ള മറുപടി നൽകാനുള്ളത്? അതുപോലെ തന്നെ നിങ്ങളെ ഈ പാട്ടപിരിവുകാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപി കുട തന്നപ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടി പറയൂ. ധൈര്യമുണ്ടോ ഞങ്ങളുടെ ഇടയിൽ വന്ന്, ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്ന് ഞങ്ങള് സമരം ചെയ്യുന്നിടത്ത് വന്ന് പറയാൻ അദ്ദേഹത്തിന് ആംബിയറുണ്ടോ? ഞങ്ങള് വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ ഇപ്പൊ പറയണം.
ഞങ്ങളുടെ മുൻപിൽ വന്ന് പറയണം. അത് ഞങ്ങൾ ശരിക്കും കൊടുക്കും മറുപടി. ഇതൊക്കെ ഇവരുടെ വെറും താന്തോന്നിത്തരം മാത്രമാണ്. ഈ സമരത്തെ വഴി തെളിച്ച് ഗതി മാറ്റി തിരിക്കാൻ വേണ്ടി ഇവര് പറയുന്ന വാക്കുകളാണ്. അത് ഈ കേരള പൊതുസമൂഹം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് വിലപ്പോകൂല. ഞങ്ങള് 16 17 വയസ്സായ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളല്ല. ജീവിതം എന്താണെന്ന് കൃത്യമായി ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ സമൂഹം എങ്ങനെ പോകണമെന്ന് കണക്കാക്കി പോകുന്ന ആശാവർക്കർമാരാ ഞങ്ങള്. 1 2 പ്രായമല്ല ഞങ്ങള്. 10 58 60 വയസ്സായ അമ്മമാരാ ഇവിടെ ഇരിക്കുന്നത്. ധൈര്യമുണ്ടോ ഇയാൾക്ക് ഇവിടെ വന്ന് പറയാൻ? ഞങ്ങള് വെല്ലുവിളിച്ചിരിക്കുന്നു. വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? എന്നിട്ട് പറയാം ബാക്കി കാര്യം. ശരി, ഗോപിനാഥിനുള്ള വെല്ലുവിളിയാണിത്. CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോപിനാഥാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ഗോപിനാഥ് ഇത്രയും അല്ല, ശ്രീമതി KP റോസമ്മ, ഗോപിനാഥ് പറഞ്ഞ കാര്യത്തിന് അത് എന്റെ ഒരു നിലപാടല്ല എന്ന് ആദ്യം പറയേണ്ടത് ആരായിരുന്നു? നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു. ആരോഗ്യമന്ത്രി ഈ ഗോപിനാഥിനെ തള്ളി പറഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രിയോടും അവിടെ വന്ന് ഈ കേരളത്തിലെ 26,000 സംതിങ് ആശമാരെയാണ് അദ്ദേഹം ഈ രീതി പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റത്തില്ല. അതിനാണ് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വാ നാളെ, എന്നിട്ട് പറയാം അതിന്റെ മറുപടി. ഈ സമരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ വേണ്ടി എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞാലും 62 വയസ്സിലെ ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യവും CPIയുടെയും CPMന്റെയും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 രൂപ ഡെയിലി വേജസും മേടിക്കാതെ ഞങ്ങൾ ആശാവർക്കർമാർ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോകില്ല. ഞങ്ങൾ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാലും ആ ആക്ഷേപങ്ങളൊന്നും ഞങ്ങളുടെ നിഘണ്ടുവിലില്ല. ഞങ്ങളത് പറയാൻ അത്രമാത്രം അധപ്പതിച്ചവരല്ല. ഞങ്ങള് സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരാണ്. മാത്രമല്ല ആ എഡ്യൂക്കേറ്റഡ് ആയ മക്കളെ വാർത്തെടുത്തവരാ ഞങ്ങള്. ഒരു സമൂഹത്തെ മൊത്തം വാർത്തെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അതിന് ഞങ്ങളെ വഴിമാറ്റി തിരിച്ചുവിടണ്ട. അതുകൊണ്ട് ശരിയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഡോക്ടർ ബി ജയരാജ് കേട്ടില്ലേ ഈ വാക്കുകൾ? ഇവരുടെ ഉദ്ദേശശുദ്ധിയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്, നിങ്ങളുടെ ആരോഗ്യമന്ത്രി ചോദ്യം ചെയ്തത്, നിങ്ങളുടെ CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ചോദ്യം ചെയ്യുന്നത്, ഗോപിനാഥ് ചോദ്യം ചെയ്യുന്നത്. ഗോപിനാഥിന് ധൈര്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് ഈ കേരളത്തിലെ എല്ലാ CITU തൊഴിലാളികളുടെയും പിന്തുണയുള്ള ആളാണല്ലോ ഗോപിനാഥ്. ആ ഗോപിനാഥിനെയാണ് ഒരു ആശാവർക്കർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരാനെന്ന്? ഓരോ ദിവസവും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഗോപിനാഥ്. മാത്രമല്ല 26,000 സംതിങ് ആശമാരുടെ മൊത്തം വനിതകളാണ്. ഈ വനിതാ കമ്മീഷൻ ഉറങ്ങിക്കിടക്കുവാണോ? ഇതിനെതിരെ ആക്ഷേപമില്ലേ? ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉറങ്ങിക്കിടക്കുവാണോ? ഞങ്ങൾ അമ്മമാരെ 23 ദിവസം ഈ മഴയത്ത്, നിങ്ങൾക്കറിയാമോ മിനിഞ്ഞാന്ന്, ഇന്ന് എനിക്ക് ശബ്ദമില്ല, ആ മഴ കംപ്ലീറ്റ് നനഞ്ഞാണ് 2:30 മണി സമയത്ത്. ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ആ സമയം ഒന്ന് ഓർത്തോക്ക്. എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 ചെറുപ്പക്കാരി പെങ്കൊച്ചുങ്ങള്, അവരുടെ സമയം ഏതാണെന്ന് ഞാനിപ്പം മാധ്യമത്തിലൂടെ പറയുന്നില്ല. ആ നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന ആ അവസ്ഥ ആരോഗ്യമന്ത്രി ശരിയായ രീതിയിൽ നോക്കിക്കോ. ഇതിന് നാളെ ഒരു സമയത്ത് കണക്ക് പറയേണ്ടതായിട്ട് വരും. ശരിക്കും പറയുവാണെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും. ഞങ്ങൾ വെല്ലുവിളിക്കുക, ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുക. ഇവിടുത്തെ വനിതാ കമ്മീഷനില്ലേ, ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനില്ലേ, ഈ 26,000 സംതിങ് സ്ത്രീ ജനങ്ങളെ ഇതേപോലെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ആക്ഷേപിച്ചതിന് മറുപടി പറയാൻ നിങ്ങൾക്കില്ലേ? എന്തേ പറയാത്ത നാവില്ലേ? ശരി ജയരാജ്, ഇതിനകത്ത് ഈ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ, ഒരു സമരം നടക്കുമ്പോൾ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ചർച്ച നടത്തി ആ ചർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് പകരം നമ്മൾ വികാര വിക്ഷോഭത്തിൽ ആരെയെങ്കിലും വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇളമലം കരീം പറഞ്ഞ പാട്ടപ്പിരിവുകാരെന്ന് ഉദ്ദേശിച്ചത്, ഞാൻ വളരെ കൊച്ചുനാൾ തൊട്ട് SCCAക്കാരെ കാണുന്നതാണ്. SCCAക്കാർ കൊല്ലത്തുണ്ട്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ ജീവിതം തൊലച്ചവരാണ് ഈ SCCAക്കാര്. SCCAക്കാർക്ക് 2 നേതാക്കന്മാരുണ്ട്, ശിവദാസ് ഘോഷും 2 കൃഷ്ണ ചക്രവർത്തിയും. പിന്നെ ചുവരെഴുത്തുകളിലൂടെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഘടന, ലഘുലേഖകളിലൂടെ മാത്രം സംഘടന. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ സുധാകരനും വിനോദും അടക്കമുള്ളവർ SCCയിലുണ്ട്. ഞാൻ അവരോടൊക്കെ എപ്പോഴും അവരുടെ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അവര് ഡെയിലി എല്ലാ ദിവസവും, സാധാരണ ഒരു പിരിവ് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് പിരിവ്, ഒരു പാട്ടപ്പിരിവ് എന്നൊക്കെ പറയുന്നത് അതിന് മുഴുവൻ അധിക്ഷേപിക്കുകയല്ല,
അത്തരം പിരിവുകൾ നടത്തുന്നത് എന്തെങ്കിലും ഒരു എമർജൻസി, എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ട് രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2 പേർ ബക്കറ്റ് പിരിവിന്റെ കാര്യം CPM ആണോ ഈ പറയുന്നത്? ബക്കറ്റ് പിരിവിന്റെ കാര്യം CPM ആണോ ഈ പറയുന്നത്? ഡോക്ടർ ബി ജയരാജ്, ബക്കറ്റ് പിരിവിന്റെ കാര്യം അതൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അതാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യണം. മഞ്ജുഷ, ഞാനത് ക്ലാരിഫൈ ചെയ്യണം. അത് പിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ക്യാമ്പയിനും ആ ക്യാമ്പയിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് നിന്ന് എല്ലാ ദിവസവും പാർട്ട് ടൈം ആയിട്ട് ആരും പിരിക്കാറില്ല. ഒരു CPM-കാരും എല്ലാ ദിവസവും പിരിക്കാറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും SUCI-ക്കാർ ഒഴികെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കേരളത്തിലെ എല്ലാ ദിവസവും പാട്ടപ്പിരിവാണെങ്കിലും എന്ത് തരത്തിലുള്ള പിരിവാണെങ്കിലും അങ്ങനെയല്ല. അത് ആവശ്യത്തിനുള്ള ആളുകളുടെ നിന്ന് കളക്ട് ചെയ്യുന്ന രീതികളുണ്ട്. ചിലപ്പോൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യാറുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ചെയ്യുന്നതാണ്. എളമരം കരീം പറഞ്ഞതിനേക്കാൾ KN ഗോപിനാഥ് പറഞ്ഞതാണ്. KN ഗോപിനാഥ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. സുരേഷ് ഗോപി അവിടെ വന്ന് കുട കൊടുത്തതിന് എന്ത് തെറ്റാണ് അതിൽ അദ്ദേഹം കാണുന്നത്? സമരം ചെയ്യുന്ന ആളുകൾ, അവർക്ക് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ആ ദിവസം. അന്ന് അവർ അനുഭവിച്ച വിഷമങ്ങൾ റോസമ്മ തന്നെ ഇവിടെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ അവർക്ക് കുട നൽകിയപ്പോൾ അതും അധിക്ഷേപത്തിനുള്ള കാരണമായി. കുട മാത്രമാണോ ഉമ്മയാണോ കൊടുത്തതെന്ന് ചോദിക്കുന്ന KN ഗോപിനാഥിനെയൊക്കെ എന്ത് പറയണം ഡോക്ടർ ബി ജയരാജ്? ആ KN ഗോപിനാഥിന് കൈയടിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി. എന്താണ് സംഭവിക്കുന്നത്? ആരോഗ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഇവരെ വന്ന് സംബോധന ചെയ്യാൻ? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം, ഈ സർക്കാർ പരിഹരിക്കാമെന്ന് പറയാൻ അതിനുള്ള ധൈര്യമില്ല. അവിടെ ചർച്ചയ്ക്ക് ചെന്ന ആളുകളെ ആട്ടിപ്പായിച്ചതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. എന്തായാലും മഞ്ജുഷ ഇതൊരു 5ാമത്തെ പ്രാവശ്യം 6ാമത്തെ പ്രാവശ്യമാണ് മഞ്ജുഷ പറയുന്നത് ആട്ടിപ്പായിച്ചെന്ന്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മന്ത്രിമന്ദിരത്തിൽ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭർത്താവ് ഉണ്ടാകാറില്ല, ഭർത്താവ് അവിടെ പോകാറുമില്ല. പിന്നെ അവിടെ ഒരു കിളിവാതിലുമില്ല. അത് വളരെ വ്യക്തമായിട്ട് അവർ സമർപ്പിച്ചതാണ്. അത് പിന്നീട് വീണ്ടും ഈ പറയുന്നത് അവർ ആട്ടിപ്പായിച്ചു എന്ന് പറയുന്നത് ആ ഇൻസിഡന്റ് ഉദ്ദേശിച്ചായിരിക്കും അവർ ആദ്യമേ കൊണ്ടുവന്നൊരു ആരോപണം. അങ്ങനെയായിരുന്നു. അവരെ കാണാനായിട്ട് ചെന്നപ്പോൾ ആട്ടിപ്പായിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണമാണ്. ശരി, ശ്രീമതി KP റോസമ്മ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഈ ആരോഗ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപം വരുന്നുണ്ടല്ലോ. അവർ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നോ? നിങ്ങളുടെ ആരെങ്കിലും ചെന്നപ്പോൾ അങ്ങനെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ നേതാക്കന്മാരാണ് അന്നത്തെ ദിവസം പോയത്. അങ്ങനെ പോയപ്പോൾ ഇവിടെ ആരെയും കാണാൻ അനുവദിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മന്ത്രിമന്ദിരത്തിലേക്ക് ചെല്ലാനാ പറഞ്ഞത്. വീട്ടിൽ ആരെയും കാണിക്കുന്നില്ലെന്ന് കൃത്യമായി പറഞ്ഞത് തന്നെയാണ്, പറയാത്തതല്ല. ഇനി ആ വീട്ടിലുണ്ടായിരുന്ന ആൾ ആരാണെന്ന് വ്യക്തമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പറയാൻ അറിയത്തില്ല. കാര്യം മുൻ പരിചയങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഡോക്ടർ ബി ജയരാജ് നടന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവർക്കത് ആരോഗ്യമന്ത്രി ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണണമെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ അവരുടെ മന്ത്രിമന്ദിരത്തിൽ പോവുക. ഇങ്ങനെയാണ് കീഴടക്കം. ആരും അവരുടെ കുടുംബ വീടൊന്നും തിരക്കി പോയി അന്വേഷിക്കാറില്ല. ആ വീട്ടിൽ അവരുണ്ടാകത്തില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അവര് പത്തനംതിട്ടയിലാണോ പോയത്, തിരുവനന്തപുരത്തെ വീട്ടിലാണോ പോയത് എന്നൊക്കെ അങ്ങനെ ഒരു തർക്കം നടക്കുന്നുണ്ട്. എവിടെയായിരുന്നു ശരിക്കും? സാറേ, തിരുവനന്തപുരത്തെ വീട്ടിലാണ്, സെക്രട്ടേറിയറ്റിനടുത്തുള്ള വീട്ടിൽ തന്നെയാണ് പോയത്. പിന്നെ ഞങ്ങളുടെ സ്ത്രീകളല്ലേ, സ്ത്രീ എന്നൊരു വനിതാ മന്ത്രിയാണല്ലോ, അങ്ങനെ ഒരു തിരസ്കാരം അവിടെ വരില്ല എന്നൊരു മനസ്സുകൊണ്ട് ഒരു ഉറപ്പുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയത്. കാരണം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു അനുഭവമൊന്നും ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. അപ്പം ഒരു ആരോഗ്യമന്ത്രി വനിതയാണ്. രാവിലെ അദ്ദേഹത്തിന് തലേ ദിവസം പോയപ്പോൾ എനിക്ക് ക്യാബിനറ്റ് കൂടണം, എനിക്ക് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പിറ്റേന്ന് തന്നെ അങ്ങ് പോയത്. കാരണം പോയതിന്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം തിരക്കുള്ള ഒരാളല്ലേ. അപ്പോഴ് വീട്ടിൽ ചെല്ലുമ്പോഴെങ്ങനായിരുന്നാലും ഒന്ന് കാര്യം പറയാൻ പറ്റുമല്ലോ, ആ നിവേദനം ഒന്ന് കൊടുക്കാമല്ലോ എന്നോർത്തോണ്ടാണ് അവർ പോയത്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വന്ന് പറഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. അതാ അവിടെ ഉണ്ടായത്. ശരി, ജയരാജ്, മന്ത്രിമന്ദിരത്തിൽ നിന്ന് തന്നെയാണ് ആട്ടിപ്പായിച്ചത്. മന്ത്രിമന്ദിരം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതല്ല, അത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണമാണ്. അവിടെ നിന്നാണ് ആട്ടിപ്പായിച്ചത്. ഇനി വല്ല സെക്യൂരിറ്റി റീസൺ ആണെങ്കിൽ അത് പറഞ്ഞാൽ മതി. മന്ത്രി പക്ഷെ അങ്ങനെയൊന്നും പറയുന്നത് കേട്ടില്ല. അല്ല, അങ്ങനെയല്ല അത് പറഞ്ഞത്. അവരുടെ വീട്ടിൽ വന്നപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മന്ത്രി ഇല്ലാത്ത സ്ഥലത്ത് മന്ത്രി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഓഫീസിൽ പോയി കാണാൻ, അല്ലെങ്കിൽ
അകത്ത് കയറി ഒളിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ഒരു വിഷയമല്ലല്ലോ ഇത്. ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരസ്യമായ വെല്ലുവിളികളോ അല്ലെങ്കിൽ ധൈര്യമുണ്ടോ ഇങ്ങോട്ട് വരാനെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിളികളോ ഉണ്ടെന്നും വികാരപരമായിട്ട് പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം ഇതൊരു ടേബിളിൽ രവീന്ദ്രനോട് പിന്നെ എന്ത് പറഞ്ഞു സാർ? ചർച്ച രവീന്ദ്രനോട് തീരുകയില്ല. അങ്ങനെ ഒരു രവീന്ദ്രനല്ല ഗോപിനാഥ് സോറി ഗോപിനാഥിനെ കൈ ഉയർത്തി സ്വീകരിക്കണോ? സ്ത്രീ അതിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. സ്ത്രീത്വത്തെ അപമാനിക്കുക മാത്രമല്ല, മാതൃത്വത്തെയാണ് അപമാനിച്ചത്. സ്ത്രീത്വത്തെ മാത്രമല്ല, മാതൃത്വത്തെയാണ് അപമാനിച്ചത്. 60 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് മാതൃത്വത്തെയാണ് അവർ അപമാനിച്ചത്, സ്ത്രീത്വത്തെ മാത്രമല്ല. ഇപ്പൊ അതിന് ഓരോരോ മാതൃത്വത്തെ അപമാനിച്ചവർക്ക് ആര് മാപ്പ് കൊടുക്കും? ആര് മാപ്പ് കൊടുക്കും? വിഷയം എന്താണെന്നുള്ള വ്യക്തം. ഞങ്ങൾ ആരൂഢത്തിൽ പിറന്ന സ്ത്രീകളാണ്, ഞങ്ങൾ ആരൂഢത്തിൽ പിറന്ന സ്ത്രീകളാണ്. ആരൂഢം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങള് വേല ചെയ്ത കൂലി ചോദിക്കാൻ, പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും വേല മനുഷ്യരാണ്. ചെയ്ത കൂലി മേടിക്കാൻ ഞങ്ങള് പണിയെടുത്ത പൈസ കിട്ടാതെ 3 മാസം വരെ കാത്തിരുന്ന് പല പ്രാവശ്യങ്ങളിൽ ഈ കഴിഞ്ഞ 18 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ഞങ്ങൾ മടുത്ത് അവസാനം പല നിവേദനങ്ങളും കൊടുത്ത് അവസാനം ഒരു സൂചനാ സമരം എന്ന രീതിയിൽ ജനുവരി മാസം 24-ാം തീയതി കേരള ബഡ്ജറ്റില്, ഇനി പുറപ്പെടുവിക്കാനിരിക്കുന്ന കേരള ബഡ്ജറ്റില് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മിച്ചം വെക്കും എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതിൽ പോലും ഞങ്ങൾക്കൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ പണിയെടുത്ത കാശിന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്നതാണോ ഞങ്ങളെ ഇത്രയും അപമാനിക്കാനുണ്ടായ കുറ്റം? അപ്പൊ പണിയെടുത്ത പൈസ തരാത്തത് കൊണ്ടല്ലേ ഞങ്ങളെ ഇത് അത്രയും കേൾപ്പിച്ചത്. ഈ പറയിപ്പിച്ചതിനും പറഞ്ഞതിനും ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിലാണ്. ഞങ്ങളെ ഈ കാണാവുന്നതല്ല അനുഭവിപ്പിച്ചതും ഈ കാണാവുന്ന ആക്ഷേപങ്ങൾ മൊത്തം പറഞ്ഞതും ഞങ്ങളുടെ പണിയെടുത്ത കൂലി കിട്ടാതെ ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്നതുകൊണ്ടല്ലേ അത് പറഞ്ഞത്. ഇത് കൃത്യസമയത്ത് തന്നെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇത് കേൾക്കണമായിരുന്നോ? വീമ്പിളക്കിയാ പോരാ, കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാ എന്നൊന്നും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, പേപ്പറിൽ കാണിച്ചാ പോരാ. ഈ പേപ്പറിൽ കാണിച്ചത് കൊണ്ട് ചെന്നാലേ അരിക്കടയെന്ന് അരി കിട്ടത്തില്ല, പലവ്യഞ്ജനങ്ങളൊന്നും കിട്ടത്തില്ല. അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനായിട്ട് പോയിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. ശരി, ശ്രീമതി സോയ ജോസഫ്, പക്ഷേ ഈ സമരം തീർക്കുവാനുള്ള ഒരു തരത്തിലുള്ള ഒരു നീക്കുപോക്കും സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല കേട്ടോ. സാങ്കേതികത്വം പറയുന്നു, അതോടൊപ്പം തന്നെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്നു, സമരത്തിന് പിന്നിലുള്ളവരുടെ അവരുടെ നേരത്തെയുള്ള മുൻകാല ചെയ്തികൾ, മുൻകാല സമരങ്ങൾ ചോദ്യം ചെയ്യുന്നു. SUCI ആണ് ഈ സമരത്തെ നയിക്കുന്നത് എന്നാണല്ലോ ഇപ്പോഴത്തെ ആക്ഷേപം. SUCIയുടെ നേതാക്കൾ ഇതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ നേതാക്കൾ ഉള്ളത് കൊണ്ട് അതിൽ എതിർപ്പില്ല എന്ന കാര്യം വ്യക്തമാണ്. അതോ SUCI സ്പോൺസേഡ് സമരത്തെ നിങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതോ ഇപ്പോൾ CPM പറയുന്ന പോലെ കോൺഗ്രസ് ആണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, UDF ആണ് മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളതാണോ? അല്ല, ഇതില് ഈ സമരത്തിന്റെ ഞാൻ ഇതിലുള്ള ഇവര് ഉന്നയിക്കുന്നത് പോലെ ഡോക്ടർ ജയരാജ് പറഞ്ഞു വെക്കുന്നത് പോലെ ഇതിന്റെ അത്തരത്തിലുള്ള ഇതിന്റെ ഉദ്ദേശത്തെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഏറ്റവും എന്തുകൊണ്ടാണ് പൊതുജനം ഇതിനെ ഏറ്റെടുത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര അവരെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പോലും എന്തുകൊണ്ടാണ് ഈ സമരത്തോട് ഇത്ര വലിയ പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശശുദ്ധിയെ, നിങ്ങൾ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഡോക്ടർ ജയരാജ് പറഞ്ഞു വെക്കുന്ന ഉദ്ദേശശുദ്ധിയല്ല, എന്തുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത് എന്നുള്ള ഒരു കോസിനെ മനുഷ്യർ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ സമരത്തോട് എപ്പോഴെങ്കിലും പോസിറ്റീവായി പ്രതികരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ B ജയരാജ് പോലും അസ്വസ്ഥതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അത് സുനിൽ കനകോലുവിന്റെ മേത്താണെങ്കിലും SUCIയുടെ മേത്താണെങ്കിലും അല്ലെങ്കിൽ പലതരത്തിലും നിങ്ങൾ ഈ സംസാരിച്ചതിൽ ഇപ്പോൾ ശ്രീമതി റോസമ്മ എന്ന് പറയുന്ന ആശാ വർക്കറായിട്ടുള്ള അവർ എത്ര പൊളിറ്റിക്കൽ ആയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവർ സംസാരിക്കുന്നതിലെ ആ സ്ഥൈര്യത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അവർ ഇത്രയും കാലം നിവേദനവും പരിവേദനവുമായി നടന്നു. ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല, ഈ കടലാസ് കാണിച്ചാൽ അരി കിട്ടില്ല എന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ മുഖത്ത് നോക്കി പറയാൻ കാണിക്കുന്ന ആ ആർജവത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ ഇത് അവിടെ നേതാക്കൾ ഉണ്ടാകും, പലതരത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകാം, CITUക്കാർ പോലും ഈ സമരത്തിൽ എത്തിച്ചേരുന്നുണ്ട്.
ഇപ്പൊ കഴിഞ്ഞ ദിവസം CITയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. അത് പിന്നെ അങ്കണവാടി വർക്കേഴ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് CITയുടെ ലേബലിൽ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ആശാ വർക്കർമാരുടെ സമരം നിങ്ങൾ കണ്ടു കാണും. അവരുടെ ID കാർഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ അവർ നാളെ പറയും, ഇവിടെ ഇടതുപക്ഷം സ്ഥിരം ക്യാപ്സൂൾ ഉണ്ടാക്കുകയാണല്ലോ, അവർ നാളെ പറയും ഇവിടെ വന്നിരിക്കുന്ന ഒന്നും ആശാ വർക്കർമാരല്ല എന്നവർ പറഞ്ഞു കളയും. അതുകൊണ്ട് ആ ആശാ വർക്കർമാർ അവരുടെ ID കാർഡ് കൊണ്ട് സമരത്തിന് വരേണ്ട ഗതികേടിലേക്ക് CPM ഭരിക്കുന്ന പിന്നെ വലിയ സമര സംഘടനയാണെന്ന് നിരന്തരം അവകാശപ്പെടുന്ന CPM ഭരിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിന്റെ അല്ലെങ്കിൽ ഇടത്തിലേക്ക് സമരം ചെയ്യാൻ സ്വന്തം ID കാർഡുമായി ഇവരെ കൊണ്ടുവരിക്കേണ്ട ഗതികേടിലേക്ക് മാറിയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കണം. അവരവരുടെ കാരണം നാളെ ഇത് പറഞ്ഞു കളയും. കാരണം അവർക്കറിയാം എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. കീടങ്ങൾ എന്ന് വിളിക്കുന്നു, ഈർക്കിലി പാർട്ടികൾ എന്ന് വിളിക്കുന്നു. ഇളവരം കരീമൊക്കെ വലിയ CITയുടെ സീനിയർ നേതാവാണ്. ഇവർക്ക് എന്ത് ട്രേഡ് യൂണിയനിസമാണ് ഇവർക്ക് അറിയുന്നത്, എന്ത് സേവന വേതന വ്യവസ്ഥകളെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്, എന്ത് മനുഷ്യത്വപരമായ രാഷ്ട്രീയമാണ് ഇവർക്കുള്ളത്, എന്ത് തൊഴിലാളി സംഘടനാ ബോധമാണ് ഇവർക്കുള്ളത് എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായല്ലോ. CIT പോലെ ഇത്ര പിന്തിരിപ്പനായിട്ടുള്ള ഇത്ര ഇരട്ടത്താപ്പുള്ള ഒരു സംഘടന കേരളത്തിൽ തൊഴിലാളി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇവർക്ക് ഈ വാഴ്ത്തുപാട്ട് പാടിയാൽ മതി. ഇവർ പറയുന്നുണ്ട് ഏറ്റവും വലിയ സംഘടന ഞങ്ങളാണ്, ആശാ വർക്കർമാരുടെ മേഖലയിൽ ഏറ്റവും വലിയ സംഘടന ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ അത് ശരിയുമാണല്ലോ. ഇപ്പോൾ CITയുടെ കീഴിലുള്ള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഫെഡറേഷൻ ഇല്ലേ, അവരുടെ കീഴിൽ കൂടുതൽ ആശമാരുമുണ്ട്. അവർ സമരരംഗത്ത് ഇല്ല താനും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയുവാൻ പറ്റുകയും ചെയ്യും. അതെ, ഈ ആശമാരൊക്കെ വീട്ടിലിരുന്ന് കരയേണ്ട ഗതികേടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതുപോലെ സ്റ്റേജിലിരുന്ന് പിണറായി വിജയന് പാടുകയും പിന്നെ പുറകിൽ സ്റ്റേജിന്റെ ബാക്ക് കർട്ടനിൽ പോയി പൊട്ടിക്കരയുകയും ചെയ്യുന്ന സർവീസ് സംഘടനക്കാരെ പോലെയുള്ള അവസ്ഥയാണ് ഇപ്പൊ CITയുകാരായിട്ടുള്ള ആശാ വർക്കർമാരുടെ അവസ്ഥ. അവർ വീട്ടിലിരുന്ന് പരിവേദനം പറയാൻ അവർക്കും അറിയാം ഇത് ന്യായമായ ആവശ്യമാണ്. പക്ഷെ മിണ്ടാൻ പറ്റില്ലല്ലോ. പിണറായി തമ്പ്രാനെതിരെ എന്തെങ്കിലും ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവുന്നുള്ള ബോധത്തിലാണല്ലോ CITയുകാർ പോകുന്നത്. അവർ ഈ വലിയ ഗതികേടിലാണ്. ഈ CITയുടെ ഭാഗമായി ഇപ്പൊ ഇന്നലെ പോലും ഞാൻ CITയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ആശാ വർക്കറെ കണ്ട് ഞാൻ സംസാരിച്ചു. അവര് പറയുന്നത് ഗതികേടാണ്, ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല. അപ്പൊ അവര് പോലും സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഇതിൽ കാണാൻ പോകുന്നത്. കാരണം ഇതിലൊരു കോഴ്സ് ഉണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പം കേന്ദ്ര സർക്കാർ പോലും ഈ ആശാമാരുടെ അത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള അത്തരത്തിലുള്ള അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റെമ്യൂണറേഷന്റെ എല്ലാ നിയമാവലികളെയും പൊളിച്ചെഴുതേണ്ടതുണ്ട്. കാരണം അവരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുന്നത് മുതൽ, കാരണം ഈ പറയുന്ന വലിയ ഒരു സമയം അവർ ജോലി ചെയ്യുന്നുണ്ട്. ശരിയാണ്, അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് സംസ്ഥാന സർക്കാരിന് റോളില്ല. പക്ഷെ പിന്നീട് ഇപ്പോഴും പക്ഷെ മറ്റൊരു കാര്യം, നിലവിലെ സേവന വേതന വ്യവസ്ഥകൾ വെച്ച് കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും കൊടുക്കാൻ ബാക്കിയില്ല എന്നാണ്. അത് കോൺഗ്രസിന് നേരെയും ഒരു വെല്ലുവിളിയായിട്ട് പ്രിന്റ് പറയുകയുണ്ടായി. അല്ലെങ്കിൽ UDF MLA-മാർക്ക് അത് പാർലമെന്റിൽ ചോദിക്കാമെന്ന്, കേന്ദ്രമന്ത്രിമാർ അതിൽ വ്യക്തത വരുത്തും ആ സമയത്ത് എന്ന്. അങ്ങനെയാണോ ഇപ്പോഴും കരുതുന്നത് കോൺഗ്രസ്? കേന്ദ്രത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണോ? തീർച്ചയായും കേന്ദ്രത്തിന്റെ നയമൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാം. കേന്ദ്രം എല്ലാ കാര്യത്തിലും പിന്നെ BJP ഇതര സർക്കാരുകളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തെ പറ്റിയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു വെക്കേണ്ടതില്ല. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഒരു ബജറ്റ് വന്നപ്പോ പോലും നമ്മൾ കണ്ടതല്ലേ, ഇതൊരു ബീഹാർ തെലങ്കാന ബജറ്റായിട്ട് അങ്ങ് അത്ര വിസിബിൾ ആയിട്ട് ഒരു ബീഹാർ തെലങ്കാന ബജറ്റായി കൊണ്ടുവരാൻ അവർക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടായിരുന്നോ? ഒരു നാണക്കേടുമില്ല. ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ അവരുടെ നയങ്ങളോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നയങ്ങളോട് നമുക്ക് യാതൊരു യോജിപ്പില്ല. ഞാൻ ഈ ആശാ വർക്കർമാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അവരെ സ്ഥിരം തൊഴിലാളികളാക്കുന്നത് ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിതമായ വ്യവസ്ഥയിൽ നിന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് നിയമനത്തിന്റെ കാര്യത്തിലൊക്കെ അത് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുമല്ലോ. സ്ഥിരം നിയമനം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ ആക്ഷേപം വരും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും ശരി പ്രിന്റു ഇതൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയം അവിടെ നിൽക്കുകയാണ്. സേവനം എന്ന രീതിയിലാണ് ആശമാരെ പരിഗണിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് അതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണല്ലോ. പിന്നെ ഒരു കാര്യം സംസ്ഥാന സർക്കാർ ചെയ്തു പോയി, CPM ഇടതുപക്ഷം ചെയ്തു പോയി, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പണം ആശമാർക്ക് കൊടുത്തിരുന്നത് എന്ന രീതിയിൽ മേനി നടിച്ചിരുന്നു. അതുകൊണ്ടാണ് CPM-നും സർക്കാരിനും നേരെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നേ ഉള്ളൂ. ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ആശാ വർക്കർമാർ സേവനം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ വേതനം അത്ര കണ്ട് കൂട്ടുവാൻ കഴിയുകയുമില്ല. അതിനും പരിമിതികളുണ്ടല്ലോ. അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടലാണ് അത്യാവശ്യം എന്ന കാര്യവും ഇപ്പോൾ വെളിവായി വരുന്നുണ്ട്. അല്ല സാർ, ഇതിനകത്ത് കേന്ദ്രത്തിന്റെ സന്നദ്ധ പ്രവർത്തകർ എന്ന രീതിയിൽ ഇൻസെന്റീവും
അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുന്ന കൈയഴിഞ്ഞ സഹായം നമ്മൾ മനസ്സിലാക്കണം. ഒരു വർഷം കൊണ്ട് 1038 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. ഇത് റിനമറേഷൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് അത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കേന്ദ്രങ്ങളും നിയമങ്ങളും UPSC പോലുള്ള എക്സാമുകൾ വരേണ്ടി വരും. ഇവിടെ അതൊന്നുമല്ല, സന്നദ്ധ സേവകർ എന്ന രീതിയിൽ നടത്തുന്ന പ്രവർത്തനം. അത് മാത്രമല്ല, ബാക്കി ഒരു സംസ്ഥാനത്തിൽ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് ഇതുപോലെ പ്രവർത്തിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് മറ്റുള്ള തൊഴിലുകൾക്കും പോവാം. അവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കേന്ദ്ര ഇൻസെന്റീവ് സംസ്ഥാന സർക്കാർ നൽകുന്ന ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീമതി KP റോസമ്മ, അവസാനമായിട്ട് ഈ സമരം എന്തായാലും നിങ്ങൾ സമരത്തിൽ നിന്ന് കയറില്ല എന്ന കാര്യം ഉറപ്പാണ്. പ്രിന്റു ചില സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ശ്രീമതി KP റോസമ്മ, എന്തായാലും സമരത്തിൽ നിന്ന് നിങ്ങൾ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നത് വരെ പിന്മാറില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. ഇവിടെ പ്രിന്റു BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഈ കേന്ദ്രത്തിനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇനിയും ആരോഗ്യമന്ത്രിയും CPM നേതാക്കളും CITUക്കാരും ഒക്കെ പറയുന്നത്. പക്ഷെ നിങ്ങളതിന് മുഖവിലേക്ക് എടുക്കില്ല എന്നാണോ പറയുന്നത്? കള്ളം പറയുന്നത് സംസ്ഥാന സർക്കാർ എന്നാണോ? അതെ സർ, പശ്ചിമ ബംഗാളില് 5 ലക്ഷം രൂപ 2022 മുതൽ വിരമിക്കുന്ന ആശാമാർക്ക് സ്വമേധയാ വിരമിച്ചു പോയാലും 2 ലക്ഷം രൂപ വീതം കൊടുത്തിരുന്നു. ഇപ്പോഴവര് 2024 മുതൽ അത് 5 ലക്ഷം രൂപയാക്കി. ഈ NRSM എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഇഷ്ടമുള്ളിടത്തോളം കാലം ജോലി ചെയ്തോ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഈ സർക്കാരാണ് വിരമിക്കൽ പ്രായം നിശ്ചയിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, വിരമിക്കൽ പ്രായം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിരമിക്കൽ ആനുകൂല്യവും കൃത്യമായി കിട്ടണം. ഞങ്ങൾ 62 വയസ്സിൽ പിരിഞ്ഞു പോകാൻ പറഞ്ഞ ഉത്തരവ് ഇപ്പോഴും നിലവിലുണ്ട്. ആ ഉത്തരവാണ് ഇതാ ഈ കാണുന്നത്. 62 വയസ്സിൽ ആരാ ഉത്തരവ് ഇറക്കിയിടുന്നുള്ളത് കൃത്യമായിട്ട് ഇതിലുണ്ട്. ഈ ഉത്തരവ് പ്രകാരം ഞങ്ങൾ പറഞ്ഞത്, വിരമിക്കൽ പ്രായം നിശ്ചയിച്ചാൽ ഇന്ത്യയിലെ തൊഴിലധിഷ്ഠിത നിയമം അനുസരിച്ച് ഈ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ളവര് വിരമിക്കൽ ആനുകൂല്യം കൈപ്പറ്റുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന് തരാൻ ഇത്ര മടിയെന്ത്? അത് ഞങ്ങൾ അർഹതപ്പെട്ട ചോദ്യമല്ലേ ചോദിക്കുന്നത്. വെറും 5 ലക്ഷം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയുമ്പം കേരളത്തിലെ മുഴുവൻ ആശമാരും വിരമിക്കൂലല്ലോ. ഓരോ സമയം പല ഗഡുക്കളായിട്ട് പല വയസ്സനുസരിച്ചല്ലേ പോകുന്നത്. അത് പശ്ചിമ ബംഗാളിന് കൊടുക്കാം, ഹരിയാനയ്ക്ക് കൊടുക്കാം, മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കാം. എന്തുകൊണ്ട് കേരളത്തിന് തന്നൂടാ? അത് ശരിക്കും ഞങ്ങൾ ന്യായമായ ഒരു ചോദ്യമല്ലേ ചോദിക്കുന്നത്. ഇഷ്ടമുള്ളിടത്തോളം കാലം പണിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിരമിക്കൽ ആനുകൂല്യം കൊണ്ടുവന്നത് ഈ സർക്കാർ, വിരമിക്കൽ പ്രായം നിശ്ചയിച്ചത് ഈ സർക്കാർ തന്നെയാണ്. അപ്പം വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾക്ക് കൃത്യമായി തരേണ്ടതല്ലേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? പിന്നെ പ്രകടന പത്രികയില് സ്കീം വർക്കേഴ്സിന് മുഴുവൻ 700 രൂപ വീതം ആക്കുമെന്ന് പറഞ്ഞാണ് ഈ തൊഴിലാളി സർക്കാർ ഞങ്ങളുടെയൊക്കെ വോട്ട് മേടിച്ച് ഇവിടെ വന്നത്. സാർ, ഇനിയും വൈകിട്ടില്ല. ഞങ്ങൾ ഒത്തുതീർപ്പിനും മറ്റ് ചർച്ചകൾക്കും ഞങ്ങൾ വിധേയരാക്കിക്കൊള്ളാം. ഞങ്ങൾ ഇങ്ങനെ സമരം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സമരത്തൊഴിലാളികളൊന്നുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാത്തിരിക്കുന്ന ഒരുപാട് പാലിയേറ്റീവ് പേഷ്യന്റ് ഉണ്ട്, ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, NCD പേഷ്യന്റ് ഉണ്ട്. 0 to 5 കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായിട്ട് ഞങ്ങൾ വരാത്തോണ്ട് നടക്കുന്നില്ല. ഇവരെത്രയെല്ലാം ബദൽ സംവിധാനം ഏർപ്പെടുത്തിയാലും ഈ 9 മൊഡ്യൂൾ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ഞങ്ങൾ ചെയ്യുന്നത് പോലെ അവിടെ പറ്റത്തില്ല. ആ അവസരത്തിൽ ഞങ്ങൾ പ്രതിബദ്ധതയുള്ളതാണ് നാടിനോട്. ആ നാടിനോടും നാട്ടുകാരോടും പ്രതിബദ്ധതയുള്ള ഞങ്ങൾക്ക് ഈ സമരം തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടല്ല, ഞങ്ങളെ നിർബന്ധിതരാക്കാതെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സമരം ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വിധേയമാക്കി ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ച് ഉത്തരവാക്കാനാണ് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അത് ഞങ്ങളുടെ കേരള സർക്കാരിനോടാണ്. ഇത് തൊഴിലാളി സർക്കാരാണ്, ഞങ്ങളുടെ സർക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേപോലെ അമ്മമാര് ഈ ആക്ഷേപങ്ങളും കേട്ട് ദിവസം പ്രതി സ്ത്രീകൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ദൈനംദിന കൃത്യനിർവഹണത്തിന് പോലും കഴിയാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. താഴ്മയോടുകൂടി തന്നെയാണ് അവരത് അപേക്ഷിക്കുന്നത്. ഇനിയെങ്കിലും ഈ ആശമാരെ പരിഹസിക്കുന്നത് നിർത്തണം. സംസ്ഥാന ആരോഗ്യമന്ത്രി ഇത് ശ്രദ്ധിക്കണം. കാരണം അവരും ഒരു സ്ത്രീയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കും എന്ന് തന്നെയാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത്. ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ്.
നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആശമാരുടെ സമരം പൊളിക്കാൻ സർക്കാർ കള്ളം പറയുന്നുവെന്ന് 87% പ്രേക്ഷകരും. പോയിന്റ് പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.